ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഗെയിം വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് റോബറി ബോബ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഗെയിമും കാര്യങ്ങളൊക്കെ തുറന്ന് വരുന്നുണ്ട്. നമ്മുടെ ബോബ് ജയിലിൽ കിടന്നിട്ട് എന്തൊക്കെ വരയ്ക്കണൊക്കെ ഉണ്ട്. രക്ഷപ്പെട്ടുള്ള പ്ലാനാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജനലും മുറിച്ചിട്ട് നമ്മുടെ ബോബ് എന്തായാലും പുറത്തേക്ക് ആടിയിട്ട് സന്തോഷിച്ച് ആഹ്ലാദിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ അതാ ഗെയിമും കാര്യങ്ങളൊക്കെ അങ്ങനെ തുറന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ആളാണ് നമ്മുടെ ബോബിനെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഇയാളാണ് നമ്മുടെ മാസ്റ്റർ കേട്ടോ. അപ്പോൾ അങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡായി. ഇതാ നമ്മുടെ ഫസ്റ്റ് മോഷണം, ഫസ്റ്റ് വീട് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഡോർ തുറക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കേട്ടാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ലെവലായ കാരണം അത് വലിയ ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരെ പോവാ, ഇങ്ങോട്ട് എടുത്തിട്ട് വരിക, അത്രയുള്ളൂ കേട്ടോ. അതാ നമ്മൾ ഫസ്റ്റ് ലെവൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് 3 നമുക്ക് ഗോൾഡനിൽ കിട്ടിയും കേട്ടോ. പെർഫെക്റ്റ് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് നെക്സ്റ്റ് അടിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീട് എവിടെ വരുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീടാണ് കേട്ടോ. 2 റൂമൊക്കെ ഉള്ളു തോന്നണോ, 2 റൂമുള്ളൂ വിചാരിക്കാം നമുക്ക്. ഞാൻ നമ്മുടെ മാസ്റ്റർ കൂടിയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ മാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് വീടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതാ വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ മെല്ലെ കയറട്ടോ. മെല്ലെ കയറിയിട്ട് റൈറ്റ് സൈഡ് റൂമിൽ ടേബിളിലൊക്കെ എന്തൊക്കെ ഇരിക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ വാരിപ്പറക്കി എടുക്കുന്നുണ്ട്. അതിന് അങ്ങോട്ട് പോകാൻ വേറെ വഴിയില്ല. നമ്മൾ പിന്നെ തിരിച്ചിങ്ങനെ തന്നെ വന്നിട്ട് ഇവിടെ വാഷ് ബേസിലൊക്കെ കേട്ടോ നിധി കൊണ്ടുപോയി വെച്ചേക്കണേ. നിധി മീൻസ് നിധിയൊക്കെ ഇങ്ങനെ വാഷ് ബേസിലൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കാൻ പാടുണ്ടോ. അവിടെ പ്ലേറ്റിലൊക്കെ ഇതായിരിക്കണു. അപ്പോൾ നമ്മൾ പ്ലേറ്റത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ ഇവിടെ പിന്നെ ആളില്ലാത്ത കാരണം പിന്നെ കുഴപ്പമില്ല. സൗണ്ട് ഉണ്ടാക്കിയാൽ ആരും കേൾക്കുമൊന്നുമില്ല. നമ്മളങ്ങനെയുള്ള നിധിയൊക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഓടി ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന്. നമ്മുടെ മാസ്റ്റർ പുറത്ത് വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാനും മാസ്റ്ററും കൂടി. അപ്പോൾ നമ്മുടെ ഈ ലെവലും പെർഫെക്റ്റ് ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അത് അടുത്ത നെക്സ്റ്റ് അടിക്കാൻ പോവാണ്. അടുത്ത വീട് ഏത് വീടാണ് നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത വീട് കുറച്ച് അത്യാവശ്യം വലിയൊരു വീട് കേട്ടോ. അത്യാവശ്യം കളക്ഷൻ ഉണ്ടാവും വിചാരിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാളിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ പറയുന്നുണ്ട് ഈ വീട്ടിൽ നമ്മൾ വിചാരിക്കണ പോലെ ഇല്ല. ഇവിടെ ഒരു അമ്മൂമ്മ ഉണ്ട്. അമ്മൂമ്മ കുറച്ച് ഡേഞ്ചറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അതൊന്ന് വിഷയമാക്കാൻ നമ്മൾ കയറിയിട്ടുണ്ട്. അമ്മൂമ്മ നമ്മൾ കയറിയപ്പോൾ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ടേബിളിൽ എന്തൊക്കെ തിളങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കണം. പക്ഷേ പറ്റില്ല. അമ്മൂമ്മ അതിനിങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയ റൂമിൽ നിധി ഉണ്ടായിരുന്നു. നമ്മളത് എടുത്തിട്ട് ടേബിളിൽ എന്തൊക്കെ ന്യൂസ് പേപ്പറോ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഇതെടുക്കാൻ വന്നപ്പോഴാണ് കേട്ടോ അമ്മൂമ്മ വരുന്ന ആ കുത്ത് റെഡ് കളറായത്. അപ്പോൾ ഞാൻ കണ്ടു വിചാരിച്ചു. പക്ഷേ അമ്മൂമ്മയ്ക്ക് അത്ര കാഴ്ചശക്തി കുറവായിരുന്നു. രാവിലെ ഒരു ടോർച്ച് അടിച്ചിട്ട് നടക്കണം പാവം. അപ്പോൾ നമ്മൾ പിന്നെ വാഷ് ബേസിലുണ്ടായിരുന്നു. നമ്മളത് എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ നീങ്ങിട്ടോ. അപ്പോൾ അവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിനി നമുക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടി കേട്ടോ. വാതിൽ തുറന്നു നമ്മൾ ഓടി എസ്കേപ്പ് ആവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലെവൽ അങ്ങനെ പാസ്സാക്കിയിട്ടുണ്ട്. 1 2 3. അത് നമ്മൾ ഗേറ്റ് ജോബ് വന്നിട്ട് നമ്മൾ ഇതും പെർഫെക്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട് ഗേസ്. ഇതും പെർഫെക്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഇത് വളരെ ചെറിയ വീടാണല്ലോ. ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുമോ പോയൊക്കെ നമുക്ക് എന്തായാലും. അപ്പോൾ നമ്മൾ ആശാനും കൂടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആശാൻ പറയുന്നുണ്ട് ഇവിടെയും അതേപോലത്തെ ഒരു അമ്മൂമ്മ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. നമുക്കതൊന്നൊരു വിഷയമില്ല, നമ്മൾ പ്രൊഫഷണലാണ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് അവരവിടെ ഇങ്ങനെ നിന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുക കേട്ടോ. ആരെങ്കിലും വരില്ല എന്നൊക്കെ നോക്കുക. നമ്മൾ ഫസ്റ്റ് ടൈം പിന്നെ നിധി എടുത്തു. പിന്നെ എന്താ മീറ്റോ എന്താ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ, അതും എടുത്തു. പിന്നെ ഈ ടേബിളിലും കുറച്ച് തിളങ്ങുന്നു കേട്ടോ. അത് നമ്മൾ പോയിട്ട് എടുത്തു. അമ്മാവ് അങ്ങനെ നടക്കുന്നു കേട്ടോ. അത് കാരണം പിന്നെ വലിയ കുഴപ്പമില്ല. ഈ ടേബിളിൽ നിലത്തൊക്കെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ടേബിളിലത്തെ കൂടി എടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഓടിട്ടോ. നമ്മൾ ഓടുകയാണ്. ആശ വെയിറ്റ് ചെയ്തിട്ടോ. നമ്മളവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.